ഹലോ. അപ്പോൾ നമുക്കിന്നൊരു മണ്ട വഴിക്കാനുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങി. രാവിലെ തന്നെ മഴയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ്. ഇതുവരെ ഒരു ശമനം വന്നിട്ടില്ല. അപ്പോൾ ഈ മഴ എപ്പോഴും നല്ലതായിട്ടാണ് എല്ലാവരും പറയാറ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് മഴ ഇന്നൊരു വില്ലനായി മാറി. കാരണം നമുക്ക് ഒരുപാട് രൂപയുടെ നഷ്ടം വന്നൊരു ദിവസം കൂടിയുണ്ട്. ഈ ആ കാർപ്പറ്റ് ഫുള്ള് വെള്ളം കയറി ചെളിയടിച്ച് എല്ലാം പോയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരാൾ എടുക്കേണ്ട കാർപ്പറ്റാണ് 3 പേര് വെച്ച് പൊക്കിയിട്ട് എടുത്ത് കൊടുക്കുന്നത്. എന്ത് ചെയ്യാനാ? വെള്ളം കയറി അതിന് വെയിറ്റായിട്ട് ഒരാൾക്ക് എടുക്കാൻ പറ്റാതെ നമ്മൾ പശുവിനെല്ലാം കൊന്നിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. അയ്യോ, പശു എന്ന് പറയാൻ പാടില്ല. ഏതോ ഒരു മൃഗത്തെ കൊന്നിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കി നമ്മൾ കൊണ്ടുപോകുമല്ലോ, ഈ ആവുക എന്നൊക്കെ പറഞ്ഞിട്ട്, ഹെലിസ ഹെലിസ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരവസ്ഥയായി. എന്ത് ചെയ്യാനാ? ആ കാർപ്പറ്റാണ് കൊണ്ടുപോകുന്നത്. എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് കാര്യമില്ല. മഴയാണ്, വെള്ളം കയറി ഇങ്ങനെ പോകുന്നു. വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന കാണാം. മഴക്കാലം എപ്പോഴും നമ്മളെപ്പോലുള്ളവർക്ക് ഭയങ്കര കഷ്ടപ്പാട് ഉള്ള സമയമാണ്. അല്ലാതെ തന്നെ പണിയില്ല. എന്തെങ്കിലും പണി എടുത്തു കഴിഞ്ഞാൽ അതിലും വലിയ നഷ്ടം വരികയും ചെയ്യും. എന്ന് വെച്ചാൽ പണി എടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഈ ചെകുത്താനും കടലിലും നടക്കുന്നുള്ള അവസ്ഥയാണ് നമ്മുടെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ചായ വന്നു. പിന്നെ മഴയത്ത് നല്ല ചായ കിട്ടലും ഒരു സുഖമുള്ള കാര്യമാണ്. ചായയും കടിയെല്ലാം കിട്ടി. എന്തായാലും നഷ്ടം വന്നു. പിന്നെ ചായ കുടിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചായയെല്ലാം കുടിച്ചു. ഉച്ചയായി. എന്നാലും മഴയ്ക്ക് വലിയ ശമനമൊന്നും വന്നിട്ടില്ല കേട്ടോ. മഴ കുറയുന്ന ലക്ഷണമില്ല. അങ്ങനെ അത്യാവശ്യം നമ്മൾ അവിടുന്ന് കുറച്ച് ലോഡെല്ലാം കയറ്റി നമ്മൾ അടുത്ത സൈഡിലോട്ട് പോവുക. മഴയാന്ന് വെച്ച് നമുക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സാധനം പോയെന്ന് വെച്ച് നമുക്ക് അടുത്ത പണിയെടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഇതൊക്കെ പിന്നെ ഇങ്ങനെയാണ്. നമുക്ക് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ടാസ്ക് ചെറിയ വഴിയാണ്. അത്യാവശ്യം സ്ലോപ്പുള്ള സ്ഥലവും കൂടിയാണ്. കാരണം ഇപ്പുറത്തേക്ക് നമുക്ക് കൂട്ടാനുമില്ല, ഇങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയും. കാരണം അവിടെയാണ് ഒരു വീടും അതിൻ്റെ മേൽക്കൂരയും ഓടും ഒക്കെ ഉണ്ട്. ഓട് തട്ടാതെ പോവുകയും ചെയ്യണം. ഇനി ഓടെങ്ങാനും തട്ടി അതെങ്ങാനും പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൈസയും കൂടി കൊടുക്കണം. അല്ലാതെ തന്നെ സന്തോഷമുള്ള സമയമാണല്ലോ ഇപ്പം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തട്ടാതെയോ മുട്ടാതെയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നോക്കി നോക്കി എടുക്കുക. അപ്പോൾ ലേശം ഒന്ന് ബാക്ക് എടുത്ത് വീണ്ടും ഒന്ന് ഫ്രണ്ട് എടുത്ത് അങ്ങനെ വെട്ടിച്ചെന്നല്ല, ഇങ്ങനെ പതുക്കെ നോക്കി നോക്കി എടുക്കുകയാണ്. കാരണം ഇത്തിരി സ്ലോപ്പ് ഉള്ളതുകൊണ്ട് വണ്ടിക്ക് ആ ഒരു വലത് സൈഡിലേക്ക് ഇത്തിരി ചെരിവുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സമാധാനമായി. വണ്ടി ഒന്ന് റോഡ് കയറ്റി. ഇനി പോയി ഒന്ന് സമാധാനം കിടക്കണം എന്നുണ്ട്. പക്ഷേ അടുത്ത പണിയുണ്ട്, തുടരും.